നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറേ ക്രിയേഷൻ ഇൻ പൈത്തൺ ആണ്. സാധാരണയായിട്ട് പൈത്തണിൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് ആണ് നംപൈ. നംപൈ മീൻസ് ന്യൂമറിക്കൽ പൈത്തൺ എന്ന് പറയും. ഇത് നമുക്ക് അറേസ് മാത്രമല്ല, നമുക്ക് മെട്രിസസ് ക്രിയേറ്റ് ചെയ്യാം, ഫോറിയർ ട്രാൻസ്ഫോം എടുക്കാം, ലീനിയർ ആൾജിബ്രയിലെ പല ഓപ്പറേഷൻസും നമുക്ക് ഈ പാക്കേജ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അറേ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണയായിട്ട് അറേയിൽ ഒരേ ടൈപ്പ് എലമെന്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ അത് മെമ്മറിയുടെ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ലിസ്റ്റിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാമെങ്കിലും ലിസ്റ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല OS പല പല മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അറേയിൽ എപ്പോഴും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് നംപൈ പാക്കേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പൈത്തണിൽ അറേ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാമിൽ നംപൈ എന്ന് പറയുന്ന പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ അലിയാസ് ആയിട്ട് അതിൻ്റെ നെയിം NP എന്ന്, പിന്നെ ഞാൻ നംപൈ എന്ന് വിളിക്കത്തില്ല, NP എന്നേ വിളിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ട് നംപി ആസ് NP. അപ്പം നംപൈ പാക്കേജിനെ ഞാൻ NP എന്ന നാമകരണം ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് np.array എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ np.array എന്ന് പറയുന്ന മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ എന്തിടുന്നു, പാരാന്തസിസ് ഇടുന്നു. കണ്ടില്ലേ, പാരാന്തസിസ് ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഹോമോജീനിയസ് ആയില്ല ഒരേ ടൈപ്പ് എലമെന്റ്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏത് വേരിയബിളിലോട്ടാണ്, ARR എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. എന്നിട്ട് പ്രിന്റ് ARR എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും, ഈ 1 2 3 4 5 6 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഈ മെട്രിക്സിലെ ഓരോ റോസും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആദ്യം എഴുതണം. അപ്പോൾ ഫസ്റ്റ് റോ 1 2 3, അടുത്ത റോ 4 5 6 ആണ്. ഓക്കെ, അപ്പോൾ 2 റോ ആയി. ഈ 2 റോയെ പുറത്തായിട്ട് വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ഒരു മെട്രിക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ nb.array തന്നെ കോൾ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് റോ ഒരു ഫുൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക, അടുത്ത ഒരു റോ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക, എന്നിട്ട് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, എന്നിട്ട് nb.array എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഉള്ളിൽ ഇത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കൊരു മെട്രിക്സ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതിൽ 2 ഡയമെൻഷണൽ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ നംപൈ പാക്കേജിൽ ഇപ്പം ഞാൻ ആ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ കാണിച്ചേക്കോ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഫസ്റ്റ് റോയിൽ 1 2 3 എഴുതി, സെക്കൻഡ് റോയിൽ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ 4 5 6 എഴുതി. ഇനി ആ 1 2 3 4 5 6നെയും കവർ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഗ്രീൻ കളറിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്കിവിടെ പൈത്തണിൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മെട്രിക്സിന്റെ ഡയമെൻഷൻ, എത്ര ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആണോ, അറേ സിമ്പിൾ ആയിട്ട് മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ 2 ആയിരിക്കത്തില്ലേ, 2 ഡയമെൻഷൻ അല്ലേ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേസിൽ MAT ആയിരുന്നല്ലോ, നമ്മൾ MAT എന്ന് പറയുന്ന വേരിയബിളിലല്ലേ, അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 2 ഡയമെൻഷൻ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഷേപ്പ് എന്തുവാന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് 2 റോയും 3 കോളവും ആ ഉള്ളത്. അപ്പൊ 2,3 എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈസ് അക്രോസ് ഈച്ച് ഡയമെൻഷൻ കിട്ടും. വെച്ചാൽ അതിന്റെ ഷേപ്പ് എത്ര റോയും എത്ര കോളം ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, n ഡയമെൻഷൻ എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻ, ഇപ്പോൾ ഒരു വെക്ടർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡയമെൻഷൻ 1 ആയിരിക്കും, മെട്രിക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡയമെൻഷൻ 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ അറേയുടെ ഡയമെൻഷൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് റീഷേപ്പ്. ഷേപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ എന്താണ് സൈസ് കിട്ടുന്നുവെങ്കിൽ റീഷേപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻ മാറ്റാം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. സപ്പോസ് np.arrayയിൽ ഞാൻ 1 2 3 4 5 6, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മെട്രിക്സ് ആണ്. ഫസ്റ്റ് റോയിൽ 1 2 3 ഉണ്ട്, സെക്കൻഡ് റോയിൽ 4 5 6 ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെ റീഷേപ്പ് ചെയ്തു ഒരു റോയും 6 കോളവും ഉള്ള വാല്യൂ ആക്കി മാറ്റി. ഒരു റോയും 6 കോളവും ഉള്ള വാല്യൂ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ്. അപ്പൊ ഇത് നോക്കിയേ, ഒറ്റ സ്ട്രെച്ചിൽ എന്ത് വന്നു, ഒരു റോയേ ഉള്ളൂ, ആ റോയിൽ ഈ എലമെന്റ്സ് എല്ലാം വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ റീഷേപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സാധാ പോലെ തന്നെ നമുക്ക് അറേ എലമെന്റ്സ് ആക്സസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, ARRൽ ഞാനൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ കൊടുത്തിട്ടുണ്ട്, MATയിൽ ഞാൻ 2 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അറേ ഓഫ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇൻഡെക്സിങ് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 0 1 2 3 വാല്യൂ വിൽ ബി 4. ആ 4 ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ
പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോണത് എന്താണ് MAT of 1 മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ്. MAT of 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 1 2 3 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോറി 1 2 3 അല്ല, ഇത് നമ്മളുടെ എന്താണ്, ഇത് 0th എലമെന്റ് ആണ് മെട്രിക്സിലെ. ഇത് 0th എലമെന്റ് ആണ്. മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പം പ്രിന്റ് MAT of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് 4 5 6 ആയിരിക്കും. ഓക്കെ, അപ്പം മെട്രിക്സ് ഓഫ് 0 എന്ന് പറയുന്നത് 1 2 3ഉം മെട്രിക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 4 5 6ഉം. ഇനി നമ്മുടെയൊക്കെ പറയാണ് മെട്രിക്സ് ഓഫ് 0 2 എന്ന് വെച്ചാൽ 0th റോയിലെ രണ്ടാമത്തെ എലമെന്റ്. ഇതാണ് 0th റോ. അതിനകത്ത് രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് 0th റോയിലെ ഇത് 0th പൊസിഷൻ, ഇത് 0th റോയിലെ 1th പൊസിഷൻ, ഇത് 0th റോയിലെ 2th പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എത്രയാണ്? ആ 3 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇനി മെട്രിക്സ്, ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിച്ചു നോക്കുന്നു. അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഇങ്ങനെ വേണേലും കൊടുക്കാം, ഇങ്ങനെ വേണേലും കൊടുക്കാം. രണ്ടിന്റെ ആൻസർ ഒന്നായിരിക്കും. ഇനി അറേ ഓഫ് -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊസിഷൻ അറേ ഓഫ് ഇത് -1 പൊസിഷൻ ആണ്, ഇത് -1 ആണ്, ഇത് നമ്മുടെ -2 പൊസിഷൻ ആണ്. നെഗറ്റീവ് ഇൻഡെക്സിങ് സപ്പോർട്ട് ചെയ്യും. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്തുമായിരിക്കും? 5 ആയിരിക്കും നമ്മളുടെ ആൻസർ. നമ്മളുടെ ആൻസർ 5 ആയിരിക്കും. ക്ലിയർ? മെട്രിക്സ് ഓഫ് -1 2. ഓക്കെ, അപ്പൊ -1 എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെയാണ്. എവിടെയാണ്? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഈ 4 5 6 ആയിരിക്കുമല്ലോ -1. ഇതാണ് നമ്മളുടെ -1. ഈ -1 അറയിലെ രണ്ടാമത്തെ പൊസിഷൻ. രണ്ടെന്ന് പറഞ്ഞാൽ ഇത് 0 1 2 2 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പൊ നമ്മളുടെ 6 ആണ് ആൻസർ. ഓക്കെ, -2 -3 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ -2 ഉണ്ടോ? ഇല്ല. അപ്പം ഇതിന്റെ ആൻസർ എന്തുമായിരിക്കും? ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എന്നായിരിക്കും, എറർ ആയിരിക്കും കാണിക്കുന്നത്. ഇനി നമുക്ക് അറയിലൂടെ കടന്നു പോകണം. ഓക്കെ, അറയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ലൂപ്പിംഗ് സ്ട്രക്ചർ ഏതാണ്? ഫോർ ലൂപ്പ്. അപ്പോൾ ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു മെട്രിക്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറയിലെ എലമെന്റ്സിലൂടെ കടന്നു പോകാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ARR എന്ന് പറഞ്ഞ അറയിലെ ഇൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈച്ച് എലമെന്റ് എടുക്കുന്നു, ആ എലമെന്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ എൻഡിൽ എന്ത് ഇട്ട് കൊടുക്കുന്നു? ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നു. സോ 1 എന്നുള്ളത് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരും, അത് കഴിഞ്ഞിട്ട് 2 പ്രിന്റ് ചെയ്യും, പിന്നെ ഒരു സ്പേസ് വരും. ആ സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ end = സ്പേസ് എന്ന് കൊടുത്തേക്കുന്നത്. ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ അടുപ്പിച്ച് കാണിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ മെട്രിക്സിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, മെട്രിക്സിൽ ഫോർ റോ ഇൻ മെട്രിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഇവിടെ ഫോർ എലമെന്റ് ഇൻ മെട്രിക്സ് എന്ന് കൊടുത്തിട്ട് പ്രിന്റ് എലമെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് 1 2 3 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ 4 5 6 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എന്ത് പ്രിന്റ് ചെയ്യും? 1 2 3 പ്രിന്റ് ചെയ്യും, അതാണ് ഒരു എലമെന്റ്. അടുത്ത 4 5 6 പ്രിന്റ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ഉള്ളിലെ ഓരോ എലമെന്റും പ്രിന്റ് ചെയ്യണമെങ്കിൽ വി നീഡ് എന്ത്? 2 ഫോർ ലൂപ്പ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ആദ്യം ഒരു റോയാണ് കിട്ടുന്നത് എലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ആ റോയ്ക്കുള്ളിലുള്ള എലമെന്റ് കിട്ടണമെങ്കിൽ ഫോർ എലമെന്റ് ഇൻ റോ കൊടുത്തിട്ട് പ്രിന്റ് എലമെന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ മെട്രിക്സിലുള്ള ഈച്ച് എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? മെട്രിക്സിലെ ഫസ്റ്റ് റോ എടുക്കുന്നു, ഓക്കെ, പിന്നെ അതിനകത്തുള്ള ഓരോ എലമെന്റും എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ട്രാവേഴ്സിങ്. ഇനി നമുക്ക് മെട്രിക്സിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ NumPy പാക്കേജ് ഉപയോഗിച്ച് രണ്ട് മെട്രിക്സുകളെ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, മെട്രിക്സുകളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം, മെട്രിക്സ് ട്രാൻസ്പോസ് നടത്താം. അതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനൊരു മെട്രിക്സ് 1 ക്രിയേറ്റ് ചെയ്തു, മെട്രിക്സ് 2 ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇമ്പോർട്ട് NumPy as NB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ NB.add മെട്രിക്സ് 1 മെട്രിക്സ് 2 എന്ന് പറഞ്ഞാൽ എലമെന്റ് ബൈ എലമെന്റ് അഡീഷൻ നടക്കും. ഓക്കെ, എലമെന്റ് ബൈ എലമെന്റ് അഡീഷൻസ് ഇതിനകത്ത് നടക്കും. അപ്പം നോക്കിയേ നിങ്ങൾ, ഇതിനകത്തെ ഫസ്റ്റ് എലമെന്റും ഇതിനകത്തെ ഫസ്റ്റ് എലമെന്റും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അടുത്ത 2ഉം 6ഉം കൂടി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. ഇനി 3ഉം 7ഉം കൂടി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ദെൻ 4ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. സബ്ട്രാക്ഷനും എലമെന്റ് ബൈ എലമെന്റ് സബ്ട്രാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആസ് പെർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ, ദാറ്റ് ഈസ് ഓർഡർ സെയിം ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ട്രാൻസ്പോസും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മെട്രിക്സിന്റെ ട്രാൻസ്പോർട്ട് എടുക്കണമെങ്കിൽ MAT1.T എന്ന് കൊടുത്താൽ മതി. MAT1.T എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ എന്ത് കിട്ടും? ട്രാൻസ്പോസ് കിട്ടും. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ NumPy.